ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓവനൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ട പപ്സ് തയ്യാറാക്കി എടുക്കാമെന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും ടെക്സ്ചറിലുമുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ട പപ്സ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി ആദ്യമായിട്ട് ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 2 കപ്പ് മൈദാപ്പൊടി ഇട്ട് കൊടുക്കുക. 250 ml കപ്പിൻ്റെ 2 കപ്പാണ് മൈദാപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്ത മാവിലേക്ക് നമ്മൾ മാവ് അളന്ന അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. വളരെ ടൈറ്റായിട്ട് കുഴച്ചെടുക്കരുത് കേട്ടോ. നല്ല ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇതാ വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഇതാ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തതിൽ 1 ടേബിൾ സ്പൂൺ മാത്രമേ എനിക്ക് ബാക്കി വന്നുള്ളൂ കേട്ടോ. ബാക്കി അത്രയും ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കുഴച്ചെടുത്ത ബാറ്റർ നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ബോളുകളാക്കി എടുക്കണം. നമ്മുടെ ചപ്പാത്തിക്ക് എടുക്കുന്ന അതേ അളവിലുള്ള ചെറിയ ഒരേ ബോളുകളാക്കി എടുക്കുക. അപ്പോൾ ഇതാ മാവ് മൊത്തവും ഞാൻ ബോളുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബോളാക്കി എടുത്തു വെച്ച മാവ് ഇതിലേക്ക് ഒന്ന് ഉരുട്ടി ഇട്ട് കൊടുക്കാം. എല്ലാം നമുക്കിതുപോലെ തന്നെ ഉരുട്ടി ഒട്ടാത്ത വിധത്തിൽ ഒന്ന് അകത്തി ഇട്ട് കൊടുക്കുക. അതാ ഉരുട്ടിയ മാവ് മൊത്തം ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ആ എണ്ണ എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു മേൽമൂടി എടുത്ത് വെച്ച് അടച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്കൊരു ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കണം. ഇതിനു വേണ്ടി ഒരു കുഴിയുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 2 വലിയ സവാളയാണ്, അത് സ്ലൈസായിട്ട് അരിഞ്ഞതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് ചതച്ചെടുത്തതാണ്. മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളിയാണ്. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഈ മസാലക്കൂട്ടുകളെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പച്ചമണമൊന്ന് മാറുന്നത് വരെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടിയുടെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി വേകുന്നതിന് ആവശ്യമായിട്ടുള്ള 1 ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ വെള്ളം ഒഴിച്ച് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് മുമ്പ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിരിക്കാം. ഇത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത്ര മതി, ഫ്ലെയിം ഓഫാക്കാം. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത് ഒന്ന് തണുക്കട്ടെ. ഈ സമയം നമ്മൾ ബോളാക്കി എണ്ണയിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരുന്ന മാവ് ഇവിടെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടി ഇതുപോലെ ഒന്ന് എണ്ണയിലൊന്ന് പുരട്ടിയതിന് ശേഷം നമുക്ക്
കൗണ്ടർ ടോപ്പിലിട്ട് ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതിയേ. പരത്തിയെടുക്കുന്ന സമയത്ത് ചെറിയ ഹോളൊക്കെ വീണാൽ അതൊന്നും പ്രശ്നമില്ല. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. എത്രത്തോളം പരത്താൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. പിന്നെ ഇത് 4ആയിട്ടൊന്ന് മടക്കിയെടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി പരത്തിയെടുക്കുക. ലെയറായിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ വീണ്ടും പരത്തി നന്നായിട്ട് നൈസാക്കിയിട്ടുണ്ട്. ഇനി വീണ്ടും ഒന്നും കൂടി 4ആയിട്ട് മടക്കിയെടുക്കുക. അതിനുശേഷം ചപ്പാത്തിയുടെ റോൾ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്ന് ദീർഘചതുരത്തിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ പതുക്കെ നമുക്കിതുപോലെ തന്നെ ഉരുട്ടി കൊടുക്കാം. അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് സാവധാനം എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്തിട്ട് കറക്റ്റ് ഷേപ്പിലാക്കി എടുക്കുക. അപ്പം നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് കറക്റ്റ് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിൽ നിന്ന് 1 ടീസ്പൂൺ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് നിരത്തി കൊടുക്കുക. എന്നിട്ട് 4 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അത് 2ആക്കി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കമഴ്ത്തി വെച്ച് കൊടുത്തതിന് ശേഷം കോണോട് കോൺ ഇതുപോലെ മടക്കിയെടുക്കുക. അപ്പോൾ ഇതുപോലെയാണ് പപ്സിന് മടക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഒന്നായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഞാൻ ചെയ്തെടുത്തേ. അപ്പോൾ ഇത് അവസാനത്തേതാണ്. ഇത് ആദ്യം ചെയ്തതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ അവസാനത്തെ മസാലക്കൂട്ടും ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം മുട്ടയും കൂടി കമഴ്ത്തി വെച്ച് കൊടുത്തിട്ട് കോണോട് കോടും മടക്കിയെടുക്കുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ മുട്ട പപ്സിനുള്ള എല്ലാം ഞാൻ മടക്കി എടുത്തിട്ടുണ്ട്. 8 എണ്ണമുണ്ട്. അപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഓവനൊന്നുമല്ല കേട്ടോ ഉപയോഗിക്കുന്നത്, സാധാ കുക്കറാണ്. അപ്പോൾ കുക്കർ ഇല്ലാത്തവർ ഒരു വട്ടത്തിലുള്ള ചരുവ എടുത്താലും മതി. അപ്പോൾ കുക്കറിനകത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയതിന് ശേഷം ഒരു അര കവർ പൊടിച്ച ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണമേ. ഉപ്പ് ഇടാതെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഒരു വളയം വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ തയ്യാറാക്കിയ പപ്സിൻ്റെ ഇത് ഒന്ന് വെച്ച് കൊടുത്താലും മതിയാവും. അപ്പോൾ അര കവറ് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഈ കുക്കറിൽ വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് പപ്സിൽ ഉപ്പിൻ്റെ അംശം കൂടുതലായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് നന്നായിട്ട് ട്രൈ ചെയ്ത കുക്കറിലേക്ക് ഉപ്പിട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിലേക്കൊരു വളയും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇറങ്ങി നിൽക്കത്തക്ക വിധത്തിലുള്ളൊരു പരന്ന പ്ലേറ്റ് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോന്നും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒന്ന് അകത്തി പരസ്പരം ഒട്ടാത്ത വിധത്തിൽ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പം ഞാൻ ആദ്യം ഇതിലേക്ക് 5 എണ്ണമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള 3 എണ്ണം വേറൊരു കുക്കറിൽ വെച്ച് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ ഒരു 5 എണ്ണം ആണ് വെച്ച് നിരത്തി കൊടുത്തിട്ടുള്ളത്. പരസ്പരം ഒട്ടാത്ത വിധത്തിൽ നമ്മളിത് വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. എന്നിട്ട് അതൊരു ബ്രഷ് വെച്ചൊന്ന് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് തൂത്ത് കൊടുക്കുക. ഇതുപോലെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഒന്ന് തൂത്തെടുക്കാം. അപ്പോൾ എല്ലാത്തിലും ഒരേ കണക്കിന് ഞാനൊന്ന് ബ്രഷ് വെച്ച് ഒന്ന് കോഴിമുട്ടയുടെ ഇത് പുരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അടച്ച് വയ്ക്കുന്ന സമയത്ത് കുക്കറിൻ്റെ വെയിറ്റ് ഊരി മാറ്റുക കേട്ടോ. കുക്കറിൻ്റെ വെയിറ്റ് ഇടാൻ പാടില്ല. അതിനുശേഷം 1 മണിക്കൂർ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പൊന്ന് തുറക്കാം. നമുക്ക് അടപ്പ് തുറക്കാം. വാവ്, ഇപ്പം നോക്കിയേ, നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും ടെക്സ്ചറിലുമുള്ള പപ്സാണിത്.
പപ്സ് നമുക്ക് ഓരോന്നും പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, അതുപോലെ നല്ല മൊരിഞ്ഞ പപ്സാണ് കേട്ടോ. ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലുള്ള പപ്സാണ്. കണ്ടില്ലേ, അടിഭാഗമൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല മുരുമുരാന്നുള്ള പപ്സായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. നമുക്ക് ഓവൻ ഇല്ലെങ്കിലും നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് കുക്കറിലോ ചരുവയിലേക്കോ വെച്ച് ബേക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോ പപ്സിൻ്റെ അടിഭാഗം നോക്കിയേ. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള മുട്ട പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഓവനൊന്നും ഇല്ലാത്തവർക്കും നമ്മുടെ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും ടെക്സ്ചറിലുമുള്ള പപ്സ് നമുക്ക് ഇതുപോലെ കുക്കറിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ചരുവയിലും തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒന്നെടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ മുരുമുരിപ്പ്. അപ്പോൾ ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. നോക്കിയേ, നല്ല ലെയറോട് കൂടിയാണ് ഇരിക്കുന്നത്. അടിഭാഗം വരെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഓരോ ലെതറായിട്ട് വിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുകയെ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ആ തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓളെന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.